ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, സഭയിലെ മെത്രാനും രക്തസാക്ഷിയുമായ വിശുദ്ധ ബോനിഫസിൻ്റെ തിരുനാളായിട്ടാണ് തിരുസഭാ മാതാവ് ആഘോഷിക്കുന്നത്. ജർമ്മനിയുടെ അപ്പോസ്തലൻ എന്ന പേരിലാണ് ഈ വിശുദ്ധൻ അറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിലാണ് ജനിച്ചത്. കുലീന കുടുംബത്തിൽ ജാതനായി നല്ല വിദ്യാഭ്യാസം ലഭിച്ചു. വലിയ ഉദ്യോഗങ്ങളിലേക്ക് ക്ഷണിക്കപ്പെട്ടെങ്കിലും എനിക്കൊരു സന്യാസിയാകണം, ക്രിസ്തുവിന് വേണ്ടി സുവിശേഷത്തിനു വേണ്ടി ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വീട് വിട്ടിറങ്ങി മിഷണറിയായിട്ട് ജർമ്മനിയിലേക്ക് വന്ന ഒരു വൈദികനാണ്. ജർമ്മനിയിൽ വന്നപ്പോൾ അവരുടെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കണ്ട് അതിനെ എതിർക്കുവാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ ശത്രുക്കൾ തുടക്കം മുതലേ ഉണ്ടായിരുന്നു. ജർമ്മനിയിൽ അവർ ദൈവമായിട്ട് കണ്ട് ആരാധന നടത്തിയിരുന്നത് വലിയ ഒരു ഓക്കുമരമായിരുന്നു. ഈ മരത്തെയാണ് അവർ ദൈവമാണെന്ന് കണ്ട് ആരാധിച്ചിരുന്നത്. അത്രത്തോളം വലിയൊരു വടുവൃക്ഷമായിരുന്നു. ബോനിഫസ് പറഞ്ഞു, ഇത് ദൈവമൊന്നുമല്ല. അവർ കുപിതരായി. എന്നിട്ട് പറഞ്ഞു, ഈ വൃക്ഷത്തിലൊന്ന് തൊട്ടാൽ തൊട്ട നിമിഷം തൊട്ടവൻ മരിക്കും. അപ്പോൾ ബോനിഫസ് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞാൻ മരിക്കാൻ തയ്യാറാണ്. എന്നിട്ട് ഒരു മഴുവെടുത്ത് ആ മരത്തിൽ ആഞ്ഞു വെട്ടി. ആ വടുവൃക്ഷം അപ്പോൾ തന്നെ അതിശക്തമായ ഒരു കാറ്റ് വരികയും ആ വൃക്ഷം വേരോടുകൂടെ പിഴുത് മറിക്കപ്പെടുകയും ചെയ്തു. കണ്ടിരുന്ന മനുഷ്യരൊക്കെ തിരിച്ചറിഞ്ഞു ഈ ഓക്കുമരം ദൈവമല്ലെന്നും ദൈവമാരെന്ന് പഠിപ്പിച്ചു കൊടുത്ത ബോനിഫസ് പറഞ്ഞതാണ് സത്യമെന്നും. അങ്ങനെ ആ ഓക്കുമരം കൊണ്ട് തന്നെ പത്രോസിൻ്റെ പേരിൽ ഒരു ദൈവാലയം പണിത് ആ ജനം മുഴുവനും മാനസാന്തരപ്പെട്ട് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നു. എങ്കിലും അവിശ്വാസികളായ കുറേ പേർ ഈ ബിഷപ്പ് ഇനി ജീവിച്ചിരുന്നാൽ ശരിയാകില്ല എന്ന് പറഞ്ഞ് പെന്തക്കോസ്ത തിരുനാളിൻ്റെ ഒരു തലേ ദിവസം ഇവർ വലിയൊരു കൂട്ടം വന്ന് മെത്രാനെയും കൂടെ ഉണ്ടായിരുന്ന 51 പേരെയും ആക്രമിച്ച് അവരെ വധിച്ചു. മെത്രാൻ്റെ ശിരസ് മുറിച്ചെടുത്ത് കുന്തത്തിൽ അവരിങ്ങനെ പ്രതിഷ്ഠിച്ചു അത്രേ. ഇപ്രകാരം അതികഠിനമായ പീഡനങ്ങളിലൂടെ പോയപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ധീര രക്തസാക്ഷിയായ വിശുദ്ധ ബോനിഫസ് നമ്മോട് പറഞ്ഞു തരുന്ന കാര്യം, ക്രിസ്തുവിന് വേണ്ടി സുവിശേഷത്തിനു വേണ്ടി നമ്മൾ നിലപാടെടുത്താൽ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. ഇന്ന് തിരുവചനത്തിൽ സദുച്ചേയർ യഹൂദ പ്രമാണികളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. അവർക്ക് പുനരുദ്ധാനത്തിൽ മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമില്ല. അപ്പോൾ അവർ കർത്താവിൻ്റെ അടുക്കൽ ഒരു വലിയ ചോദ്യവുമായിട്ട് വരുമ്പോൾ അവർക്ക് കർത്താവ് നൽകുന്ന ഉത്തരം എന്താ? നിങ്ങൾക്ക് വലിയ തെറ്റുപറ്റി. കാരണം നിങ്ങൾക്ക് 2 കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. 1, വിശുദ്ധ ലിഖിതം അറിഞ്ഞുകൂടാ. 2, ദൈവത്തിൻ്റെ ശക്തിയും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങളിൽ മാത്രം വ്യാപൃതരാണ്. ഈ ലോകത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്. കാരണം നിങ്ങളുടെ ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്. അവനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ജീവനുള്ളവർ തന്നെയാണ്. മരണം എന്നുള്ളത് ശരീരത്തിനു മാത്രം സംഭവിക്കുന്നൊരു പ്രക്രിയ. എന്നാൽ മരണമില്ലാത്ത ആത്മാവ് സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ സ്വന്തമാണ് എന്ന് വചനം പറഞ്ഞു തരിക, ക്രിസ്തു പഠിപ്പിക്കുക. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നില്ലേ, അസ്ഥികളുടെ താഴ്വാരം പിന്നീട് കാണുന്നത് എന്താ? ധീരയോദ്ധാക്കളെ പോലെ അസ്ഥികളെല്ലാം മനുഷ്യരായി യോദ്ധാക്കളായി നിവർന്നു നിന്നു എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം എന്താ? അസ്ഥികളിൽ നിന്ന് മനുഷ്യനെ നിർമ്മിക്കാൻ കഴിയുന്നൊരു ദൈവം, മണ്ണിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞെടുക്കാൻ കഴിയുന്നൊരു ദൈവം. ആ ദൈവത്തിൻ്റെ ശക്തി നിങ്ങൾക്കറിഞ്ഞുകൂടാ എന്നുള്ളതാണ് മരണാനന്തര ജീവിതം ഇല്ല എന്ന് പറയുന്നവർക്കുള്ള ക്രിസ്തുവിൻ്റെ മറുപടി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തിലും തെറ്റുപറ്റാം. എപ്പോഴാ? ദൈവവചനം പഠിക്കാതെ പോയാലും ദൈവത്തിൻ്റെ ശക്തി അറിയാതെ പോയാലും. നമ്മളുടെ ജീവിതവും ഒക്കെ അവൻ്റെ കരുത്താണെന്ന തിരിച്ചറിവ്
നമുക്കുണ്ടെങ്കിൽ ആ ബലത്തിൽ ആശ്രയിക്കാൻ, ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കാൻ, എന്നും കൂടെയുള്ള ആ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റിയാൽ പിന്നെ ഈ ലോക ജീവിതത്തിൻ്റെതായ യാതൊന്നും സ്വർഗം നോക്കിയുള്ള നമ്മുടെ യാത്രയിൽ തടസ്സമായിട്ട് മാറില്ല.